ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനമനസ്സറിയാനും ജനകീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുമായി ഇപ്പോൾ ദേശീയപാതയുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ അത് കോഴിക്കോടെത്തി നിൽക്കുകയാണ്. UDF-ലെയും LDF-ലെയും ജനകീയ മുഖങ്ങൾ ഏറ്റുമുട്ടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് ദേശീയപാതയുടെ പര്യടനം തുടരുന്നത്. സ്ഥാനാർത്ഥികളെ കൂടാതെ കോഴിക്കോട്ടെ സാധാരണ ജനങ്ങളും ദേശീയപാതയിൽ പങ്കാളികളാകും. LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനൊപ്പം ഇന്ന് ആദ്യം ചേരുന്നത്. നമസ്കാരം. ദേശീയപാത കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. മീഡിയ വണ്ണിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനം. ദേശത്തെ അറിഞ്ഞും പറഞ്ഞും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് സംശയമില്ല, രണ്ട് അതികായന്മാർ തമ്മിലുള്ള മത്സരമാണ്. അതിനകത്ത് രണ്ടു പേർക്കും, അതായത് പ്രധാനമായും LDF സ്ഥാനാർത്ഥി എളമരം കരീമിനും UDF സ്ഥാനാർത്ഥി MK രാഘവൻ MPക്കും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനമെന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നടക്കുന്നതല്ല, അത് നിത്യേനയുള്ള അവരുടെ പ്രവർത്തനമാണ്. അപ്പം അതിന്റെ ഭാഗം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. നമ്മോടൊപ്പം ചേരുന്നത് LDF സ്ഥാനാർത്ഥി എളമരം കരീം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പര്യടനം എന്നൊന്നും പറയുന്നത് നിങ്ങൾക്കൊരു പുതുമയൊന്നുമല്ല. അത് ദിവസം നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ദിവസം തോറും നടക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്കിടയിലാണ് രാഷ്ട്രീയ പ്രവർത്തനം, ട്രേഡ് യൂണിയൻ പ്രവർത്തനം, മറ്റ് പൊതുപ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും പൊതുപ്രവർത്തന പരിപാടികളുമായി ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനം അതുപോലെ തന്നെ. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ്, കുറെ അധികം ദിവസങ്ങൾ വന്നു. അതെ, തെരഞ്ഞെടുപ്പിന് പോളിംഗ് ഡേ അല്പം വൈകിയായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. കടുത്ത ചൂട് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഒരു 3 തവണയായി ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് വിജയിച്ചു വന്ന ഒരു MP-യാണ് നേരിടേണ്ടി വരുന്നത്. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഭൂരിപക്ഷം കൂടുന്നതും കുറയുന്നതും ഒക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. അതെ, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് നല്ല വിജയം ഉണ്ടായി. അത് കഴിഞ്ഞ് 21 ഈ 7 മണ്ഡലത്തിൽ 6 എണ്ണത്തിൽ LDF-ന് വൻ വിജയം നേടി. ഓരോ സാഹചര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം LDF-ന് അനുകൂലമാണ്. ഇന്നത്തെ പ്രോഗ്രാം എന്നോട് പറഞ്ഞത് 2 സ്ഥാനാർത്ഥികളെയും വെച്ചൊരു ചർച്ചയാണ്. എനിക്ക് അപ്പോഴേ അറിയാം അദ്ദേഹം വരില്ല. അല്ല, നമ്മളിതൊരു പ്രഭാത സംഭാഷണമായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് അവരുടെ ഭയാശങ്കകൾ അവർ നേരിടുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ അത് എത്ര കണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് നല്ല ശതമാനം വോട്ടുള്ള ഒരു കോഴിക്കോട് മണ്ഡലത്തിലൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആർജിക്കാനൊക്കെ LDF-ന് സാധിക്കുന്നുണ്ടോ? BJP ഗവൺമെന്റ് 2019 മുതൽ വളരെ അഗ്രസീവായി മതവർഗീയത ശക്തിപ്പെടുത്തുകയാണ്. ഓരോ നിയമങ്ങളും നടപടികളും വർഗീയ സംഘർഷങ്ങൾ, കലാപങ്ങൾ ഇതെല്ലാം ശക്തിപ്പെട്ടു വരുന്നു. അതിൻ്റെ എല്ലാം ഒരു ഉച്ചസ്ഥായിയിലാണ്, അല്ലെങ്കിൽ ഉയർന്ന രൂപത്തിലാണ് ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇലക്ഷന് തൊട്ട് മുമ്പ് വരുന്നത്. അപ്പോൾ വീണ്ടും BJP വളരെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ അത് വലിയ ആശങ്ക ആളുകൾ മനസ്സിലാക്കും. ഈ പ്രശ്നത്തോട് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല. വക്താവ് പറഞ്ഞിട്ടുണ്ടോ ജയറാം രമേശ്? അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പാക്കാൻ ഇത്ര വൈകിയത് എന്താണെന്നാണ് ചോദിച്ചത്. അതിലെന്താ അർത്ഥം മനസ്സിലാകുന്നില്ല. 2019 പാസ്സാക്കിയ നിയമം നോട്ടിഫൈ ചെയ്യാൻ ഇത്ര താമസിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നവരെ കാത്തു നിന്നു മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നു എന്നാണോ, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഇപ്പൊ താങ്കൾ പറഞ്ഞു, പിന്നെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ LDF-ന് നല്ല ഭൂരിപക്ഷമുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതേപടി അത് മറിച്ചും പോകുന്ന കാഴ്ചകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം യാദൃശ്ചികമാണ്. ഉദാഹരണത്തിന് 2019 അന്ന് കോൺഗ്രസിനൊരു തിരിച്ചുവരവുണ്ടെന്നൊരു തോന്നൽ പൊതുവിലുണ്ടായിരുന്നു. 2018 അവസാനം മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് BJP സർക്കാരിനോട് കടുത്ത എതിർപ്പുണ്ടായ പശ്ചാത്തലത്തിൽ അവരെല്ലാം ആഗ്രഹിച്ചു ഒരു മാറ്റം. ആ സന്ദർഭത്തിലാണ് രാഹുൽ കേരളത്തിൽ മത്സരിക്കാനെത്തിയത്. അതൊരോളം സൃഷ്ടിച്ചു. ഞാൻ പറയുന്ന അതേസമയം സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു പ്രതികരണം ആളുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് താങ്കൾക്ക് അനുകൂലമാകുമോ എതിരാകുമോ? എന്താണ് അതിന്റെ? അത് കഴിഞ്ഞ് 2021 വന്നപ്പോൾ ചിത്രം മാറി. ഈ കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റ് ഒഴികെ മറ്റെല്ലാം LDF ജയിച്ചത്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 1 സീറ്റിൽ മാത്രം
കൊടുവള്ളിയിൽ മാത്രമാണ് UDF ജയിക്കാൻ പറ്റും. കോൺഗ്രസിനോട്ട് സീറ്റ് ഇല്ലതാണ്, ഒറ്റ സീറ്റും ഇല്ല. 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF ഈ 7 മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ സാഹചര്യങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ നൈപുണ്യമോ തെരഞ്ഞെടുപ്പ് തന്ത്രമോ അല്ല. മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് അതത് കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് ബോർഡുകളിലൊക്കെ കാണാം കരീംക എന്നുള്ളതാണ്, അതൊരു ബ്രാൻഡായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് രാഘവേട്ടൻ ബ്രാൻഡിന് പകരമായിട്ടൊരു കരീംക ബ്രാൻഡ് അങ്ങനെ വല്ലതും ആലോചിച്ചതാണോ? അങ്ങനെയൊന്നുമല്ല, അത് യാദൃശ്ചികമാണ്. ഇപ്പോൾ പ്രമോദനെ കാണുമ്പോൾ എന്താ വിളിക്കുക? ഞാൻ ചിലപ്പോ സഖാവെന്ന് വിളിക്കും, അങ്ങനെ വിളിക്കാം. പേര് കരീം എന്ന് പറഞ്ഞു വിളിക്കുമോ? ഒരിക്കലും പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്. അത് ഏട്ടാന്ന് കൂട്ടി വിളിക്കുക, കാന്ന് കൂട്ടി വിളിക്കുക, ചേട്ട എന്ന് വിളിക്കുക, അതെല്ലാം ഒരു എന്താ പറയുക പ്രാദേശിക സംസ്കാരത്തിന്റെ ഭാഗമാണ്, അല്ല മറ്റൊന്നല്ല. അപ്പം നടക്കട്ടെ, എല്ലാവിധ ആശംസകളും ശ്രീ എളമരം കരീം താങ്കളുടെ പ്രവർത്തനങ്ങളിൽ. എളമരം കരീം എന്ന കരീംക വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മികച്ച സംഘാടകനാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണയൊക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ ഒരു പരിചയവും പാകതയും ഒക്കെ അദ്ദേഹത്തിന്റെ വലിയ കരുത്താണ്. പക്ഷേ ഇതേ സമയം തന്നെ ഇപ്പൊ MK രാഘവൻ നോക്കുകയാണെങ്കിൽ, MK രാഘവൻ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് വളരെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് മത്സരിക്കാനെത്തുന്നത് 2009. അന്ന് 838 വോട്ടുകൾക്ക് മാത്രമാണെന്ന് അദ്ദേഹം റിയാസിനെ തോൽപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള 2014 തെരഞ്ഞെടുപ്പിലാകട്ടെ 16,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. പിന്നീടോ 2019 എത്തുമ്പോഴേക്കും 85,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് വരികയാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം ഇങ്ങനെ കൂടിക്കൂടി വന്നതിൻ്റെ ഒരു ചരിത്രമാണ് MK രാഘവനുള്ളത്. അത് അദ്ദേഹത്തിന് ജനകീയമായ ബന്ധങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ 2 ജനകീയർ തമ്മിലുള്ള ഒരു മത്സരം എന്ന നിലയിൽ കോഴിക്കോട്ട് തീപാറുന്ന മത്സരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രമോദ് രാമൻ, മീഡിയ 1.